നെക്സ്റ്റ് ഇനി അടുത്തത് മൂക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊരു ലൈൻ എടുത്തു, അതായത് നേർവാച്ചിലെടുത്തു. കണ്ടോ? ഇവിടുന്ന് ഒരു പീസ് ഇങ്ങനെ എടുത്തു. ഞാനെടുക്കുന്ന സ്റ്റൈല് എല്ലാവർക്കും അറിയുന്നതൊക്കെ ആവും കേട്ടോ. അറിയാത്തവരും ഉണ്ടാവും. ഇപ്പോഴത്തെ ബിഗിനേഴ്സൊക്കെ കുറേ പേർക്ക് ഇതിൻ്റെ ഒന്നും അറിയില്ല. അങ്ങനെയുള്ളവർക്കും കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിയാത്തവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതൊക്കെ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഒരു പീസ് എടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ സ്ട്രെയിറ്റ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെയും സ്ട്രെയിറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. കണ്ടോ? അതായത് ചെവിര അടുത്ത് വെച്ചിട്ടാണ് നമ്മൾ എടുത്തതാണ്, ചെവിര മുകളിലേക്ക് കേട്ടോ. ഇത്രയും പീസാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ സ്റ്റൈല് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതുകൊണ്ട് പല വിധത്തിലും നമുക്ക് ഈ സ്റ്റൈൽ കൊണ്ട് നമുക്ക് ചെയ്യാം. അതായത് ഇത്രയും നമ്മൾ എടുത്തില്ലേ, നന്നായിട്ട് ചെടിയൊക്കെ കളഞ്ഞ് നല്ലോണം ചീകിയെടുക്കാം. കണ്ടാ? നല്ലോണം ചീകിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ എന്ത് വേണം, ഇതിനൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഇതും എല്ലാം ട്വിസ്റ്റിങ്ങാണ്. ഇതും ട്വിസ്റ്റ് ചെയ്തു. ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്രയ്ക്ക് പൊക്കി വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊക്കി വയ്ക്കാം. ഒന്ന് ഈ നമ്മളിങ്ങനെ തള്ളി കൊടുക്കണം ഫ്രണ്ടിലേക്ക്. അപ്പോൾ നമുക്ക് നല്ലോണം പൊങ്ങി വരണമെങ്കിൽ നല്ലോണം തള്ളി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് തള്ളി കൊടുത്തിട്ട് നമുക്കിതുപോലെ സ്ലൈഡ് കുത്തി കൊടുക്കാം. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കൊട്ടയിലാണ് ഇത് ചെയ്യുക. കൊട്ടയമേ ഈ ഹെയർ പിടിപ്പിച്ചിട്ട് എന്നിട്ട് ആ കൊട്ടയമേ നമ്മൾ സ്ലൈഡ് കുത്തിയിട്ട് വേണം അങ്ങനെ ഇത് തുറന്നിട്ട് വെക്കാനായിട്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ സ്ലൈഡ് നമ്മൾ ഇങ്ങനെ എടുത്ത് കുത്തി കൊടുത്തു. ഇതിപ്പോൾ ഉറയ്ക്കാനായിട്ട് ഞാൻ 3 or 4 സ്ലൈഡ് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തേൽ ഡമ്മിയാണ്. ഇത് കഴിഞ്ഞു. ഇതൊരു ഹെയർ സ്റ്റൈൽ കണ്ടോ? ഇതൊരു ഹെയർ സ്റ്റൈല്. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കണ്ട് തള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം പൊങ്ങി നിൽക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് തന്നെ വേറൊരു ഇതിലേക്ക് നമുക്ക് ആക്കി കൊണ്ടുവരാം. അത് അവരുടെ ഫേസിന് യോജിച്ചത് ഏതെങ്കിലും നമ്മൾ പിടിച്ച് നോക്കണം. എന്നിട്ട് വേണം അത് സ്ലൈഡ് കുത്താനൊക്കെ. അവർക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുക. ഇനി അടുത്തത് നമ്മൾ എടുത്ത അതേ സെയിം പീസ് തന്നെയാണ്. അതായത് നമ്മൾ ഫ്രണ്ട് ഇയർ ടു ഇയർ നമ്മൾ എടുത്തില്ലേ, ആ പീസ് തന്നെയാണ്. ആ പീസിനെ നമ്മൾ ഇങ്ങനെ ചെരിച്ചു കൊണ്ടുവരിക. കണ്ടോ? നമ്മളിപ്പോൾ സെൻറ്ററല്ലേ പിടിച്ചത്, നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ചെരിച്ചു കൊണ്ടുവരുന്നു. ചെരിച്ചു കൊണ്ടുവന്നിട്ട് അതും ഇതുപോലെ തന്നെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ നമ്മൾ പിരിക്കേണ്ടത്. എന്നിട്ട് ഒന്ന് തള്ളി കൊടുക്കേണ്ടത്. നമ്മൾ സൈഡിലേക്ക് പിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് തള്ളി കൊടുത്തു. എന്നിട്ട് നമുക്ക് ആ ഹൈറ്റൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് സ്ലൈഡ് കുത്താം. കാണിച്ചാൽ ഇത് സൈഡിൽ നിന്നാണ് കേട്ടോ വന്നേക്കുന്നത്. കണ്ടോ ഈ ഹെയർ സ്റ്റൈല്? ഇത് സൈഡാണ്. ഇതൊക്കെ ഫ്രണ്ട് ഹെയർ സ്റ്റൈലുകളാണ്. ഓരോരുത്തരുടെ ഫേസിന് നമ്മൾ കുറച്ച് ഹെയർ സ്റ്റൈല് ഫ്രണ്ട് സ്റ്റൈലുകൾ നമ്മൾ എപ്പോഴും പഠിച്ചു വയ്ക്കണം. എന്നിട്ട് നമ്മളൊരു കസ്റ്റമർ വരുമ്പോൾ അവർക്ക് മാച്ച് ചെയ്യാനായിട്ട് ഇത്രയും ഹെയർ സ്റ്റൈലുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ചെയ്ത് നോക്കാം നമുക്ക്.